ഒരു മുംബൈയിലാണെങ്കിൽ അലീന തന്നെയാണ് സ്റ്റാൻലിയുടെ യഥാർത്ഥ മകളെന്ന് ഔദക്കുട്ടി പറയുകയാണ്. ഔദക്കുട്ടി ഒടുവിൽ തിരിച്ചറിയുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റാലിൻ്റെ ഇത്ര കാലത്തെ മക്കൾ പോലും അലീന മറികടന്നതെന്ന്. അതായത് സ്റ്റാലിൻ്റെ മനസ്സിൽ ഇത്രത്തോളം സ്ഥാനം എങ്ങനെ അലീന കീഴടക്കി എന്നുള്ളൊരു സംശയം ഔദക്കുട്ടിയുടെ മനസ്സിലുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ ആ സംശയത്തിനൊക്കെയുള്ള ഉത്തരം ഔദക്കുട്ടിക്ക് ലഭിക്കുന്നുണ്ട് എന്നും കാണാൻ കഴിയുന്നു. അങ്ങനെ നാളത്തെ കഥയിലാണെങ്കിൽ ഔദക്കുട്ടി പറയുന്നത് വേറെയൊന്നുമല്ല, എന്തിനാടാ മോനെ ആവശ്യമില്ലാത്ത സാധനങ്ങളെയൊക്കെ നിൻ്റെ കൂടെ കൊണ്ടുവന്ന് നിർത്തി വെറുതെ ഓരോ പ്രശ്നങ്ങളും ഓരോ നാണക്കേടും വരുത്തി വയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഒരിക്കലുമില്ല അപ്പച്ച, അവൾ ഒരിക്കലും എനിക്ക് അപമാനം വരുത്തി വയ്ക്കില്ല. ഞാൻ അവളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അവൾക്ക് നേരെ തിരിയുന്നവരെ ശരിക്കും ഞാൻ എതിർക്കുമെന്ന് നമ്മുടെ ഔദക്കുട്ടിയുടെ മുഖത്ത് നോക്കി സ്റ്റാൻലി പറയുകയാണ്. എൻ്റെ ലാലിച്ച, ഇതൊക്കെ നിനക്ക് വെറുതെ ഇപ്പം ഒക്കെ തോന്നുന്നതാ. നീ മര്യാദയ്ക്ക് അവളെ ഒഴിവാക്ക്. അട്ടയെ മെത്തയെ കിടത്താൻ നോക്കിയാൽ അതൊരിക്കലും കിടക്കില്ലടാ, അത് അതിൻ്റെ സ്വഭാവം തന്നെ കാണിക്കുമെന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ലാലിച്ചൻ, അതായത് സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മകൾ ഒരിക്കലും അട്ടയല്ല, അവൾ ഒരുപാട് വ്യത്യസ്തതയുള്ള അവളാണ് എന്ന് പറയുമ്പോൾ, നീ എപ്പോഴും ഇങ്ങനെ എൻ്റെ മകളെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് രണ്ടാൾക്കും ഇപ്പോൾ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയായിരിക്കും. എന്നിരുന്നാലും അവളെ അങ്ങനെ ഇനിയും അനാഥയാക്കി തള്ളിക്കളയാനായിട്ട് എനിക്ക് കഴിയില്ല. എൻ്റെ കണ്ണ് അവളുടെ മുൻപിൽ വീണ്ടും അടയ്ക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നു. അല്ല, ഈ പെൺകുട്ടിയെ, നിൻ്റെ മകളെ എനിക്കൊന്ന് കാണാനായിട്ട് കഴിയോ എന്ന് ഔദക്കുട്ടി ചോദിക്കുകയാണ്. കാണണതിന് എന്താ കുഴപ്പം? അതിനു മുമ്പ് അപ്പൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങണം, അതായത് ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങണം. അവളെ മദ്യപാനമുള്ള മുറിയിലേക്ക് വിളിക്കാനോ അവൾക്ക് മദ്യപിക്കുന്നവരുടെ ഇടയിലേക്ക് വരാനോ വലിയ താല്പര്യമോ ഇഷ്ടമൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഔദക്കുട്ടിയും കൂടാതെയാണെങ്കിൽ സ്റ്റാലിയും കൂടി വേറൊരു മുറിയിലേക്ക് പോവുകയാണ്. അപ്പോഴും ഔദക്കുട്ടിയാണെങ്കിൽ വേണ്ടടാ, അവൾ ഒഴിവാക്കടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തുടർന്ന് അതിൽ പോകുന്ന അലീനയെ കാണുകയാണ് സ്റ്റാലിൻ. അലീന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ അലീന മുറിയിലേക്ക് കയറി വരുന്നു. നമ്മുടെ ഔദക്കുട്ടിയാണെങ്കിൽ അലീനയുടെ മുഖം കാണാൻ നിൽക്കുന്നില്ല. ഇതേ സമയം അപ്പൻ്റെ ഉറക്കം കളഞ്ഞ, അപ്പനെ ടെൻഷൻ അടിപ്പിക്കുന്ന അലീന എന്ന് പറയുന്നു. അത് കേട്ട ലാലിച്ചനെ തോളിൽ തട്ടിക്കൊണ്ട് നമ്മുടെ ഔദക്കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞതും തൻ്റെ കൺമുമ്പിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ച കണ്ട ഔദക്കുട്ടി ഞെട്ടുകയാണ്. ഇത് എൻ്റെ ചിന്നമ്മയല്ലേ എന്ന് സ്റ്റാലിനോട് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നു. ഇവൾ എൻ്റെ മകളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കാരണമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്നുകൂടി നമ്മുടെ സ്റ്റാൻലി, അതായത് ഔദക്കുട്ടിയുടെ ലാലിച്ചൻ ഔദക്കുട്ടിയോട് പറയുന്നു. ആ സമയമാണെങ്കിൽ ഔദക്കുട്ടിയും പിന്നെ അലീനയെ വിട്ടുകളയാനായിട്ട് ഒരുക്കമല്ല എന്ന് കാണാൻ കഴിയുന്നു. കൂടാതെ ഒരു പരിധിവരെയല്ല, 99% അലീനയുടെ സ്വഭാവവും സംസാരവും എല്ലാം നമ്മുടെ ചിന്നമ്മയെ പോലെയാണ്, അതായത് സ്റ്റാലിയുടെ അമ്മയെ പോലെയാണ് എന്ന് ഔദക്കുട്ടി ചിന്തിച്ചെടുക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അത് സ്റ്റാലിയോട് പറയുന്നുമുണ്ട്. ഇതേ സമയം സ്റ്റാലിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇവളെൻ്റെ പേരക്കുട്ടിയെ ആകുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുകൂടെ ഔദക്കുട്ടി പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ
ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.